സിനിമയിൽ ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ലാതെ തിയേറ്ററിൽ സീൻ തൂക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ബട്ട് ഹീ ക്യാൻ ആൻഡ് ഹിസ് നെയിം ഈസ് ഷിബിൻ എസ് രാഘവ്. വെൽക്കം മിസ്റ്റർ നോബഡി. എന്നാ മാസ് റൂമിൽ യക്ഷി വന്നത് അറിഞ്ഞായിരുന്നോ? എനിക്കൊന്ന് യക്ഷി കുറെ പേർക്ക് യക്ഷി വന്നൊക്കെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ബാധിക്കാത്തവരെ ഒരാള് അല്ലേ? അതുവരെ ആരെയും മൈൻഡ് ചെയ്യാത്ത ആള് നീലി വന്നപ്പോ മൈൻഡ് ചെയ്തു. അതെന്താ? അത് ഡയറക്ടർ ഒരു വെറൈറ്റി സാധനം പറഞ്ഞു. അതുപോലെ ഓക്കെ ആ നീലി വന്നപ്പോ ഇട്ട ലുക്ക് ഒന്ന് ഇടാവോ? ഇന്ത്യ കണ്ട മികച്ച ചിത്രങ്ങളായിട്ടുള്ള കൽക്കിയും മഹാനടിയും ചെയ്തിട്ടുള്ള എൻ്റെ ഡയറക്ടർ നാഗേഷിൻ പരാമർശിക്കുന്നത് അതിലെ ഒറ്റ ഡയലോഗ് പോലും ഇല്ലാത്തൊരു ക്യാരക്ടറിനെ പറ്റിയാണ്, ഒരു ആർട്ടിസ്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. എനിക്ക് പറഞ്ഞാൽ അവാർഡ് കിട്ടിയൊരു ഫീല്, അത്യാവശ്യം ഒരു വലിയൊരു എന്താ പറയാ വലിയൊരു വേദിയിൽ എന്നെ വിളിച്ച് ഒരു അവാർഡ് തന്നൊരു ഫീലാണ് എനിക്ക്. ഞാൻ അന്ന് നൈറ്റാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തെലുങ്ക് തന്നെ പഠിക്കുന്നത്, ആളെ ലോഞ്ചിലുണ്ടായിരുന്നു, അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആള് എനിക്ക് മെസ്സേജ് അങ്ങനെ ആ വീഡിയോ എടുക്കാൻ എനിക്ക് അയച്ചു തന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയാ ഭയങ്കര സന്തോഷം. മലയാളത്തെ അത്തരത്തിൽ ഇനി ഞെട്ടിക്കാൻ പോണത് ഇതിലായിരിക്കും സിനിമ? ഇപ്പൊ ഒരു മൂവിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഷൂട്ട് തുടങ്ങാൻ പോണല്ലോ. കാട്ടാളെന്നാണ് മൂവിയുടെ പേര്. സിനിമയിൽ ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ലാതെ തിയേറ്ററിൽ സീൻ തൂക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ബട്ട് ഹീ ക്യാൻ ആൻഡ് ഹിസ് നെയിം ഈസ് ഷിബിൻ എസ് രാഘവ്. വെൽക്കം മിസ്റ്റർ നോബഡി. എന്നാ മാസ്. ആൻഡ് സീരിയസ്ലി നമ്മൾ സിനിമയിൽ പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ മൂവി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഡയലോഗുള്ള സീൻ, സാറേ ഒരൊറ്റ ഡയലോഗുള്ള സീൻ എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുക. പക്ഷെ ഒരൊറ്റ ഡയലോഗും ഇല്ലാതെ തിയേറ്ററിൽ കൈയിടി തൂക്കുക, ഇത്രത്തോളം ഒരു ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കിട്ടുക. നോബഡി, ഹൗ ഡു ഫീൽ നൗ? എന്താ ഇപ്പോൾ തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇത്രയും സെറ്റ് ആവുന്നു ആ ക്യാരക്ടർ. ഓക്കെ. ഈ ഷിബിൻ വിട്ടോ ഇപ്പോ? നോബഡി ആയോ പേരിന്റെ ഇപ്പോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, നാട്ടിലൊക്കെ അങ്ങനെയാണ്, ഈ സെറ്റിലൊക്കെയാണ് അങ്ങനെ വിളിച്ചിരുന്നത്. സെറ്റില് എല്ലാവരും ഡിപ്പാർട്ട്മെന്റ് മൊത്തം നോബഡി. നമ്മുടെ ഓൾറെഡി ആന്റണിക്ക് പെപ്പ എന്നുള്ള പേര് വന്ന പോലെ ഇപ്പൊ പെപ്പ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ഈ തൂലികാനാമം പോലെ ഇനി ഇവിടെ അങ്ങോട്ട് നോബഡി ആവോ സിനിമയിൽ അറിയപ്പെടാൻ പോകുന്നത്? പറയാൻ പറ്റില്ല. ഇനിയും അടുത്ത മൂവിയിൽ ഓരോ ക്യാരക്ടർ നെയിംസ് വരുമ്പോ ചിലപ്പോ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ഇഷ്ടപ്പെട്ടത് ഏതാ, ചിലപ്പോ അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. ഈ ഓൾറെഡി സിനിമ താല്പര്യങ്ങൾ ഒക്കെ ഉള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് ചാൻസ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചോദിക്കുന്ന കാര്യങ്ങൾ ഇതാ അല്ലേ, ഡയലോഗ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ലെങ്ത് ഉണ്ട്, സ്ക്രീൻ സ്പേസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. ആദ്യമേ തന്നെ ഡയലോഗൊന്നുമില്ല, ഈ ഒരു ക്യാരക്ടർ ചെയ്യാന്നുള്ള ആദ്യമേ പറഞ്ഞിരുന്നു? അങ്ങനെ തന്നെ ഞാനവിടെ ലൊക്കേഷനിൽ എത്തിയിട്ട് ഡയറക്ടർ മീറ്റ് ചെയ്തതിനു ശേഷമാണ് സന്ദീപിയാണ് പറയുന്നത്. പറഞ്ഞു ഇത് ഡയലോഗ് ഇല്ലാത്ത ക്യാരക്ടറാണ്, പക്ഷെ ഇതിൽ കുറെ ചെയ്യാനുണ്ട് പറഞ്ഞു. കുറെ ഇമ്പോർട്ടന്റ്, ബാക്കിയുള്ള ക്യാരക്ടറിനെ വെച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ്. കോസ്റ്റ്യൂം ടോട്ടലി, എനിക്കൊരു ലക്ഷറി ചെയർ ഉണ്ട്, അവളുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. എന്തെങ്കിലും ഉറപ്പായിട്ടും അത് ക്ലിക്കാവും, ആ ഒരു ഇത് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് കോസ്റ്റ്യൂമും എല്ലാം കിട്ടുന്നു. പിന്നെ ഞാൻ പിന്നെ ആ ക്യാരക്ടറായി മാറി. പിന്നെ കുറച്ച് അതിനൊന്നും ഞാൻ ബിൽഡ് ചെയ്തു, ഇരിക്കുന്ന സിറ്റിങ്ങിലും ബാക്കി നോട്ടം എല്ലാവരും പരിപാടികളൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തു. അപ്പോ ഇപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. പടം ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു അല്ലെ, ഇന്റർനാഷണൽ ലെവലാണ്. പക്ഷെ ഇന്റർനാഷണൽ ലെവലുള്ള ലോകയിലെ ഇന്റർനാഷണൽ ലുക്കുള്ള ഒരു മുതലാണ് ആക്ച്വലി ഷിബിൻ എന്നുള്ളത് അല്ലേ. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എപ്പോഴും പറഞ്ഞു അതിൻ്റെ ഗ്രേഡിങ്ങിനെ കുറിച്ചാണെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ നമ്മൾ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ ലുക്കിൽ ഒരൊറ്റ പോസിൽ വേറെ ലെവലിലോട്ട് ആ സിനിമയിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് അത് മാറി എന്നുള്ളതാണ്. ഇതിൽ ഷിബിൻ്റെ അല്ലെങ്കിൽ നോബഡി ക്യാരക്ടറിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താ? ഇപ്പം അവർ പറയുന്നുണ്ടാവും ഇപ്പം ഇങ്ങനത്തെ ഒരു ലുക്കൊക്കെ വേണ്ടെന്നുള്ളത്. ഇത് ഷിബിൻ തന്നെ കൈ നിട്ടതാണോ? അല്ല, ലുക്ക് ബൈസും എല്ലാം കോസ്റ്റ്യൂം ഗ്ലാസ് എല്ലാം അത് ഡയറക്ടർ തന്നെയാണ് സെലക്ട് ചെയ്തത്. 2 ടൈപ്പ് ചെക്ക് ചെയ്തു, രണ്ടാമത്തെ നോക്കി ചെയ്ത്. പിന്നെ ബാക്കി എല്ലാം എന്താ പറയാ നമ്മള് അവിടെ സിറ്റിംഗ് ചെയ്തിട്ടുള്ള സംഭവം മാത്രമേ നമുക്ക് ചെയ്യാണ്ടാവുള്ളൂ. ബാക്കി കോസ്റ്റ്യൂമും എല്ലാം ഡയറക്ടർക്ക് തന്നെ എല്ലാവർക്കും അറിയാം എങ്ങനെ ആയിരിക്കണം ആ നോബഡി എന്നുള്ളൊരു ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് മനസ്സിലാക്കുന്ന സ്വീകാര്യത കിട്ടി എത്രത്തോളം വൈറലായിട്ടുള്ള ലുക്ക് ആക്ച്വലി നോബഡിയുടെയാണ്. പക്ഷെ അതും ഇപ്പം ഷിബിൻ്റെ ലുക്ക് വെച്ച് നല്ല വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പം ആളുകൾ അറിയുന്ന ആ ലുക്കിലാണ്. അപ്പം എന്നെ തിരിച്ചറിയണം, അപ്പം ഞാൻ പിന്നെയും
ആ ലുക്കിലോട്ട് പോകണം എന്നൊക്കെ തോന്നിയിരുന്നോ, ട്രിം ചെയ്ത് ഷേവ് ചെയ്ത്? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ വർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഒരു വേറെ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തു. അപ്പൊ അതിന്റെ ലുക്ക് ഇതായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ വർക്ക് അത്ര ഇതായാലും എനിക്ക് അടുത്ത വർക്കുകൾക്കുള്ള ആ ലുക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കൂടുതൽ നോക്കാറ്. അങ്ങനെ നമ്മളെന്നെ അറിയണമെന്ന് അത്ര ഇതില്ല, ഇമ്പോർട്ടൻ്റ് ഞാൻ നോക്കില്ല. അടുത്ത വർക്കുകളാണ് എനിക്ക് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴായാലും നമ്മളെ മനസ്സിലാവും ആൾക്കാർ ഉണ്ട്. ശരിക്കും നമ്മൾ കുറെ പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത്ര കിട്ടുന്ന ഈ ലുക്കിലാണ്. പക്ഷെ ഞാൻ ഇരിക്കുന്ന ലുക്കാണെങ്കിൽ മാറിപ്പോവുകയും ചെയ്തു അല്ലേ. ഇതെങ്ങനെ ഈ മേക്ക് ഓവർ ഇപ്പൊ കാണുന്നൊരു ഷിബിനുണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഷിബിൻ എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ ഒരു ഫോട്ടോഷൂട്ടിലോട്ട് മാറുമ്പോൾ ഒരു പരകായ പ്രവേശമുണ്ട് ഷിബിന്, വേറൊരു ലെവലിലോട്ട് മാറും. ഇതെങ്ങനെ ഇത് ഇത്ര അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും ഒരു താടി എടുത്താൽ അല്ലെങ്കിൽ മുടി ട്രിം ചെയ്താൽ ഇത്ര ലെവൽ ലുക്ക് മാറാൻ പറ്റുമോ മനുഷ്യന്? അതിനെക്കുറിച്ച് എനിക്കിപ്പോ ചോദിക്കാറുണ്ടോ അങ്ങനെ ആളുകൾ? ചോദിക്കാറുണ്ട്. എന്റെ ഓരോ ഫോട്ടോസിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്, ഫേസിലായാലും ഓരോ ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ സംഭവം. ഓക്കെ. പിന്നെ എന്റെ ഒരു ബോഡി ലാംഗ്വേജ്, ആ ഫേസിലുള്ള ഓരോ സ്ട്രക്ചർ, ജോലി, അങ്ങനത്തെ ഒരു തോന്നുന്നുണ്ട് എനിക്ക്. ശരിക്കും ഈ താടി ഇരിക്കുമ്പോൾ ജോലന് കറക്റ്റ് കിട്ടാതാണ്. പക്ഷെ ആ നെക്കും ഈ ഒരു പോർഷനൊക്കെ ഉണ്ട് ആക്ച്വലി ഷിബിൻ്റെ അല്ലേ. തൃശ്ശൂർ കേച്ചേരി എരപ്പെട്ടിയിലുള്ള ഷിബിൻ ഒരു ഇന്റർനാഷണൽ മോഡലാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിൽ ഇരിക്കുമ്പോഴാണ് വിവേകിന്റെ ലോക കാസ്റ്റിംഗ് ഡയറക്ടർ വിവേകിന്റെ കോൾ വന്നു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വിവേകിന് പറയുന്ന കാര്യമുണ്ട്, കുറേ പേരെ നോക്കിയിട്ടുണ്ട് കാസ്റ്റിങ്ങിലോട്ട്, ഒരാളെയും സംതൃപ്തി കിട്ടിയിരുന്നില്ല, ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ക്യാരക്ടറിൽ. എങ്ങനെ പക്ഷെ ഷിബിനിലെത്തിയപ്പോൾ ഒരു അന്വേഷണം? ഞാൻ ഇവിടെ കൊച്ചി ബേസിൽ കുറച്ച് മോഡൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ്, മോഡൽസ്, ആക്ടേഴ്സ് ആയിട്ട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ വിവേകാനന്റെ ഫ്രണ്ടാണ് പൗർണമി എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫേഴ്സ്. അപ്പോൾ ആള് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ചോദിച്ചു, ഒരു ക്യാരക്ടറിന് കിട്ടിയിട്ടില്ല, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, നമുക്ക് അത്രയും സ്പെഷ്യൽ ലുക്കാണ് വേണ്ടത്. അപ്പോൾ പൗർണമി ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ സജസ്റ്റ് ചെയ്ത്, എന്നെ ഓർമ്മ വന്നു. അപ്പോ അങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോ അവര് ഭയങ്കര ഹാപ്പി. വിവേകയുടെ ഇതാ ഞാൻ ആഗ്രഹിച്ച ഒരു ഇതാണ്, ആ ഒരു ഇതിലാണ്. പിന്നെ ഡയറക്ടർ അടിച്ചു, പിന്നെ കൺഫേം, പിന്നെ പിറ്റേ ദിവസം അന്ന് നൈറ്റിൽ ഞാൻ കയറി. ഓ, മറ്റേത് സിനിമയ്ക്ക് വന്നു, അതിന്റെ ഓഡിഷൻ കഴിഞ്ഞു, അങ്ങനെയൊക്കെയാണ് കയറിയത്. വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഈ ബാഗ് എടുത്തോ കയറിക്കോ, നാളെ ഷൂട്ടാണ് അല്ലേ. അങ്ങനെ 1-2 പ്രൊജക്ടുകൾ അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് അത്രയും നമ്മളല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അതിൽ ഞാൻ ഭാഗ്യവാനാണ്. അതിൽ വലിയ വിജയം ഉണ്ടായി. വിഷമം ഉണ്ടായിരുന്നോ? അത് വിളിച്ചു പറയാണ്, സംഭവം വലിയ ക്രൂ ഉള്ള, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് പടം, പക്ഷെ വേഫ് ഫിലിമാണ്, DQ പടമാണ്. പക്ഷെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഉള്ളൊരു വിഷമം ഉണ്ടായിരുന്നു? ഇല്ല. പ്രൊഡക്ഷൻ സൈഡും ബാക്കി എല്ലാവരും ആർട്ടിസ്റ്റിന്റെ സൈഡായാലും നോക്കിയാലും ഭയങ്കര ലീഡുള്ള ആൾക്കാരാണ്, അത്യാവശ്യം ഫെയിമായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഒപ്പം ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ അവിടെ എനിക്ക് കിട്ടിയ സീന് ഞാൻ എന്റെ രീതിയിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആക്കാം എന്ന് ഞാൻ നോക്കാറുണ്ട്. അതില് ഏകദേശം ജയിച്ചു. ഇവിടെ സിനിമയുടെ അടുത്ത പാർട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, സിനിമയിലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിനെ കുറിച്ച് ചെയ്യുന്നു എന്നൊക്കെ, ടെക്നിക്കൽ സൈഡൊക്കെ. ഇത്രയും വലിയ സിനിമ ഇത്രയും വലിയ ആഘോഷിക്കുമ്പോഴും ഹൈദരാബാദിൽ പോകുമ്പോൾ അവിടെ ഇത്രയും വലിയൊരു വേദിയിൽ ഇന്ത്യ കണ്ട മികച്ച ചിത്രങ്ങളായിട്ടുള്ള കൽക്കി, മഹാനടിക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഡയറക്ടർ നാഗേശ്വൻ പരാമർശിക്കുന്നത് അതിലെ ഒറ്റ ഡയലോഗ് പോലും ഇല്ലാത്തൊരു ക്യാരക്ടറിനെ പറ്റിയാണ്, ഒരു ആർട്ടിസ്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ആരും പ്രതീക്ഷിക്കാത്തൊരു സാധനം. സംഭവം തിയേറ്ററിൽ കൈയിടൊക്കെ വരും, പക്ഷെ അതിനപ്പുറത്തേക്ക് നിന്നുള്ള രീതിയിലേക്ക് വളരെ കുറച്ചൊരു ഇതും ആ ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് വരണം എന്നുള്ളതും ഡയറക്ടറിനോട് നേരിട്ട് ആവശ്യപ്പെടുക. ആ ഒരു മൊമെന്റ് എങ്ങനെ, ഷിബിൻ എന്തായിരുന്നു ആ മൊമെന്റ്? എനിക്ക് പറഞ്ഞാൽ അവാർഡ് കിട്ടിയൊരു ഫീല്, അത്യാവശ്യം ഒരു വലിയൊരു എന്താ പറയാ, വലിയൊരു വേദിയിൽ എന്നെ വിളിച്ച് ഒരു അവാർഡ് തന്നൊരു ഫീലാണ് എനിക്ക്. ഞാൻ അന്ന് നൈറ്റാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തെലുങ്ക് തന്നെ പഠിക്കുന്ന ആളെ ലോഞ്ചിലുണ്ടായിരുന്നു, അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആള് എനിക്ക് മെസ്സേജ് അങ്ങനെ ആ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചപ്പോ കണ്ടപ്പോ എനിക്ക് എന്താ പറയാ ഭയങ്കര സന്തോഷം. എന്നിട്ട് അച്ഛനൊക്കെ വിളിച്ച് ഉറങ്ങി കിടന്ന് അച്ഛനൊക്കെ വിളിച്ചിട്ട് ആ വീഡിയോ കാണിച്ചു. രാത്രി 1 മണിയൊക്കെ ആയിട്ട് എന്നിട്ട് ഞാനിങ്ങനെ ഷെയർ നമുക്ക് റിപ്ലൈസ് വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുക, സ്റ്റോറി ഇട്ടോണ്ടിരിക്കുക. എല്ലാവരും എനിക്ക് കൊടുക്കണം എന്ന് ആരുണ്ട്, മാക്സിമം ഞാൻ കൊടുക്കാറുണ്ട്. ആ ടൈമിലാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന്. അപ്പൊ ഭയങ്കര സന്തോഷമായി. അന്നേക്ക് കറക്റ്റാണ് ഞാൻ ടൈം എടുത്ത് ഉറങ്ങാനൊക്കെ ഉണ്ട്, ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ശരിക്കും ക്യാരക്ടർ കിട്ടിയതിന്റെ ഒരു പൂർണ്ണ, ഇപ്പൊ പല സൈഡിൽ നിന്നുള്ള രീതിയിലേക്കാണെങ്കിൽ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്, അപ്രിസിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് അതിന്റെ ഒരു പീക്ക് കിട്ടിയത്, എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ക്യാരക്ടറില് തിയേറ്ററിൽ നിന്ന് കിട്ടിയ കയ്യേടി ആയിരുന്നോ ഷിബിൻ എന്നൊരു ആർട്ടിസ്റ്റിന്റെ ഗ്രാഫ് ഉയർത്തിയത്, അതോ
തെലുങ്ക് ഡയറക്ടർ അല്ലെങ്കിൽ നാഗേശ്വൻ ഡയറക്ടറിന്റെ അവരുടെ ഒരു അഭിനന്ദനമായിരുന്നു. എവിടെയാ ശരിക്കും ഗ്രാഫ് പെട്ടെന്ന് പൊന്തിയത്? ഡയറക്ടർ അശ്വിൻ സാറിന്റെ ആണ് ആ ഒരു ഇതിൽ തന്നെയാണ്. ഓൾറെഡി ഇനി ഒരു കോള് വരുമോ അടുത്ത പടം? എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിയോ അവിടുന്ന്? തെലുങ്ക് ഇതുവരെ അപ്ഡേഷൻ വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഉണ്ട്, ആഗ്രഹമുണ്ട്. ആക്ച്വലി ഓൾറെഡി ഹൈദരാബാദ് ഒരു ഇവന്റിൽ ഡയറക്ടർ സംസാരിച്ചു, നാനൂഷ് സംസാരിച്ചു. പക്ഷെ അതല്ല, അല്ലാതെ തന്നെ ഷിബിനെ തെലുങ്കിൽ പിടിയുണ്ടെന്ന് കേട്ടു. ശരിയാണോ? അതെ, ഉണ്ട്. എന്താണ് ആ പിടി? അത് ഞാനിപ്പോ ലോക കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കോള് വരികയായിരുന്നു. ഷൂട്ട് ചെയ്തതിനു ശേഷം ഒരു കോള് വന്നു. തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നൊരു തമിഴ് ഇൻഡസ്ട്രി മൂവിയിലൊരു ഡിപ്പാർട്ട്മെന്റിൽ സാറാണ് വിളിച്ചത്, മലയാളം. അപ്പോൾ ഷിബിന്റെ നമ്പർ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഡയറക്ടർ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇന്ന് തന്നെ വിളിക്കാൻ അർജന്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി സാർ പറഞ്ഞു. അപ്പോൾ 5-10 മിനിറ്റ് കഴിഞ്ഞ് കോള് വന്നു, ആക്ടർ ഷിബിനല്ലേ ചോദിച്ചിട്ട്. അപ്പോൾ അതേന്ന് പറഞ്ഞു. അവര് തമിഴിൽ സംസാരിച്ച്. അപ്പോൾ ഒരു തെലുങ്കിലൊരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു നല്ലൊരു മൂവിയാണ്. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഉണ്ട്. ഷിബിനെ അവിടെ വെച്ചു. അപ്പോൾ നാട്ടിലാണ് പറഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാൻ പറഞ്ഞു. വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. ഒരു 5-10 മിനിറ്റ് ടിക്കറ്റ് വന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ്. അത് പിറ്റേന്ന് മോർണിംഗ് തന്നെ ഞാൻ അവിടെ പോയി. എന്റെ അവിടെയും സ്ക്രീനിങ് പെട്ടെന്നാണല്ലോ കേറി വിളിക്കുന്ന ആളെയാണെന്നുള്ള. നേരെ ചെന്നു, എന്നെ ഡയറക്ടർ കണ്ടു. അവിടെ വന്നപ്പോ കുറെ എനിക്കറിയാത്ത കുറെ ഫേമസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം സംസാരിച്ചു. പിന്നീട് ഞാൻ അറിഞ്ഞു അവർ ഇത്ര വലിയ ആൾക്കാരാന്നൊക്കെ. എന്നിട്ട് എന്നെ ഒന്നും സ്ക്രീനിങ് ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു എനിക്ക് ഹോട്ടലിൽ അവിടെ ബുക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഷിബ് പോകണ്ട, 4 ദിവസം ഷൂട്ട് തുടങ്ങാൻ, നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി. പിന്നെ ഫുൾ കണ്ടിന്യൂ ഒരു 9 മന്ത് ഷൂട്ട് തന്നെയായിരുന്നു. അത് സിനിമ വിശേഷം പറയാറായോ? ഇല്ല, പറയാറായിട്ടില്ല. സംഭവം ഇറുക്കുന്നുള്ളത് ആ പറച്ചില് വ്യക്തമാണ്. വലിയ പരിപാടിയാണ് അല്ലേ? അല്ല, ചെറുതായിട്ട് നമ്മളതിനെ കുറിച്ച് പറയാറായിട്ടില്ല. അവര് അണിയർപ്പുറത്ത് തന്നെ അത് പുറത്തു വിടും ഉണ്ട് എന്നുള്ളത്. ഈ നമ്മൾ ഓൾറെഡി അഡാർ ലവ് സിനിമ ഇറങ്ങിയ സമയത്ത് അതിൽ ആദ്യം തീരുമാനിച്ച നായികല്ല, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ സോങ് ബാക്കി വൈറലായപ്പോൾ മാറ്റി എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ലോക സിനിമ ഇറങ്ങി ലോകയുടെ വിജയത്തിന്റെ ഒപ്പം തന്നെ നോബഡി എന്ന ക്യാരക്ടറിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത്ര തന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ക്യാരക്ടർ ആയിരുന്നിട്ട് കൂടി ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി വരുന്ന പാർട്ടുകളിൽ നോബഡി ഒരു വലിയ ക്യാരക്ടറായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഞാൻ അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഈ ചാപ്റ്ററിൽ എന്നെ കോൾ ചെയ്തപ്പോഴും എന്റെ ക്യാരക്ടറാണ് ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ മൂവി വരുമ്പോഴും എന്റെ ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ് ഇമോഷൻസ്, ബാക്കിയുള്ള ആക്ടേഴ്സിനായിട്ടുള്ള ഒരു ഇത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലും ആ ക്യാരക്ടറിന് എനിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് അത് ഞാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒരു പ്രതീക്ഷയുണ്ടോ ഇനി അടുത്ത പാർട്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി? എനിക്ക് പ്രതീക്ഷ, അങ്ങനെ ഒരു കോള് വരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. സംഭവിക്കാനാണ് ആഗ്രഹം എന്നുള്ളത് അല്ലേ? ചെറുതായിട്ട് ആഗ്രഹമുണ്ട്. ഇപ്പൊ നല്ല ഇതായിട്ട് പോയോണ്ടില്ലാണ്, 200 കോടിയൊക്കെ ഇത് പോയോണ്ടിരിക്കല്ലേ. ആരായാലും ആഗ്രഹമുണ്ട് ഇൻഡസ്ട്രി ഹിറ്റിന്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ കുറേ ഇപ്പോൾ അതിലിപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഓൾറെഡി ഈ ഒരു ക്യാരക്ടറിനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കിട്ടുമ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്ന കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ സിനിമയിൽ കണ്ട ഭാഗമായിരുന്നു കുറേ സീൻസ് ഉണ്ടായിരുന്നു. ഐ മീൻ ട്രിംഡ് ആണോ? 1-2-3 സീനുകൾ ഉണ്ടായിരുന്നു. ജസ്റ്റ് കട്ടായി പോയി. അത് എന്തെങ്കിലും കാരണം ഉണ്ടാവും അതിനെന്തേലും. അതിൽ വിഷമൊന്നുമില്ല. ഇല്ലില്ല, അതെന്തേലും കാരണം ഉണ്ടാവും. കാരണം ഒരേ ഇതിനും ലിമിറ്റേഷൻ ഉണ്ടാവല്ലോ. ഓക്കെ, അതുകൊണ്ടാണെന്നുള്ള സംഭവം. നോ പ്രോബ്ലം, ഇതന്നെ ധാരാളം. നമ്മള് ഒന്നില്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ ഗുണം ചെയ്യുന്നത് നമ്മുടെ ഡയലോഗ് ഡെലിവറി സമയത്തായിരിക്കും. രണ്ടാമത് നമ്മൾ അഭിനയിക്കുന്ന ഒരു ആക്ടറിന്റെ കണ്ണായിരിക്കും. കണ്ണാണെങ്കിൽ ഷെയ്ഡ്സ് വെച്ചിട്ട് കവറാണ്. സോ പിടിച്ചത് മുഴുവൻ ഇപ്പൊ കവർ ചെയ്തു, ഷെയ്ഡ്സ് വെച്ചു. ഇപ്പൊ ഒരു ആക്ടർ ശരിക്കും വർക്ക് ചെയ്തത് എവിടെയായിരുന്നു ശരിക്കും ഷിബിൻ? നോബഡിയിലെ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്തത്? ഞാൻ എന്ത് ചേഞ്ച് എന്റെ ബോഡി ലാംഗ്വേജ് തന്നെയാണ്. ബോഡി ലാംഗ്വേജ്, സിറ്റിംഗ്, ഹെഡ്, ബാക്കി ലെഗ്സ് ആയാലും ഷോൾഡേഴ്സ് എല്ലാം ഞാൻ കുറച്ച് ഒന്ന് ചേഞ്ച് ആക്കി. അപ്പൊ ഞാൻ ഡയറക്ടറോട് ചോദിച്ചു, സാറേ ഞാൻ ഇങ്ങനെ നിന്നോട്ടെ, അങ്ങനെ നിന്നോട്ടെ. ഓക്കെ, ഫുൾ സപ്പോർട്ടായിരുന്നു. ചെയ്യാം, ഓക്കെ, ഇതേപോലെ ചെയ്യാം, ഓക്കെ, അങ്ങനെയായിരുന്നു. അതേ ഒരു ഇത് എല്ലാവർക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് അവിടെ വിജയിച്ചെന്നുള്ളത്. ഇത് അവിടെ ഇരുന്ന് കുറച്ച് നിന്ന് സൈലന്റ് ട്രിപ്പായിട്ടിരിക്കുകയാണ്. റൂമില് യക്ഷി വന്നത് അറിഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നു എന്നോടത്. ജസ്റ്റ് എന്നാ നോട്ടല്ലേ ടൈമില് അത് കൊടുക്കാൻ പറഞ്ഞു. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. അതെ,
ആ ലുക്ക് കറക്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. അതങ്ങനെ നോക്കണം എന്ന് പറഞ്ഞിരുന്നു. ഒന്നറിഞ്ഞു. പക്ഷെ യാതൊരു എനിക്ക് യക്ഷി കുറെ പേർക്ക് യക്ഷി വന്നൊക്കെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ബാധിക്കാത്ത ഒരേ ഒരാള് അല്ലേ, കുറെ ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും അതിൽ ബാധിക്കാത്ത ഇതൊന്നും വിഷയമല്ല അല്ലേ, സിനിമയായിട്ട് എന്നുള്ള രീതിയിലേക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു ക്യാരക്ടർ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകൾ പടത്തിലൊരു വേഷം ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു എന്നുള്ളത്. ഇത് കിട്ടിയിട്ട് ഏറ്റവും കിട്ടിയ ഒരു ബെസ്റ്റ് കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്തുനിന്നായിരുന്നു? മനസ്സിലായില്ല. ഇത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഇപ്പൊ നാഗശ്വിൻ അവിടെ ഹൈദരാബാദ് ഇത് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അത് വൈറൽ ന്യൂസായി. അതല്ലാതെ തന്നെ ആരെങ്കിലും ഇവിടെ മലയാളത്തിൽ സംസാരിച്ചിരുന്നു? ആർട്ടിസ്റ്റുകൾ സൈഡിൽ നിന്ന് ആരാ സംസാരിച്ചിരുന്നു? മലയാള ആക്ടേഴ്സായാലും ഒന്ന് രണ്ടാൾക്കാര് പറഞ്ഞിരുന്നു. അതും ഒരുപാട് സന്തോഷം തന്നെയാണ്. ഏറ്റവും ഏതായിരുന്നു അതിൽ കുറച്ച് പ്രഷ്യസ് ആയിട്ടുള്ള? അത് നമ്മുടെ അച്ഛൻ സാർ തന്നെയാണ്. അത്രയും അതിന് മുകളിലേക്ക് ഇനിയിപ്പോ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പ്രേക്ഷകര്, പിന്നെ എന്റെ നാട്ടില് ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെയുള്ള അവരുടെ ഇതും കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നു. അതും സന്തോഷം തന്നെയാണ്. സന്തോഷം തന്നെ, എല്ലാം സന്തോഷം. ഇപ്പൊ ഈ തെലുങ്ക് പടം വന്നു, അതിനെ കുറിച്ച് റിവീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ലോകയുടെ അപ്ഡേറ്റ്സും അങ്ങനെയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഷിബിൻ മുൻപ് എന്നുള്ള രീതിയിലേക്ക്. എന്തുകൊണ്ട് ശരിക്കും ഈ ഒരു കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറച്ചൊന്നും പുറത്ത് വിടാതെ ഒരു സീക്രട്ട് സ്വകാര്യ സ്വഭാവം വെക്കുന്നുണ്ട്? ഇത് കുറച്ചുകൂടി ഇഷ്ടം എന്താണ്? നമ്മൾ സാധാരണ ഒരു പടം കിട്ടുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഷിബിനെ സംബന്ധിച്ചിടത്തോളം റിവീൽ ചെയ്യരുതെന്ന് പറയാത്ത കാര്യങ്ങളുണ്ടാവും സിനിമ അവരുടെ ഭാഗത്തുനിന്ന്. ഇപ്പൊ ലോകയിലാണെന്നതിന്റെ പോലും ഭയങ്കരമായിട്ടുള്ളൊരു അല്ലേ ഒരു സസ്പെൻസ് പരിപാടികളല്ല. എന്തുകൊണ്ട് റിവീൽ ചെയ്യാത്ത? ഈ സിനിമ കണ്ടിട്ട് എന്നെ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളൊരു ലഹരി ഉണ്ടോ അതിനേക്ക്? അങ്ങനത്തെ ഒരു ഇതല്ല. കാരണം എനിക്ക് കുറെ ആഗ്രഹങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ അത് കൂടുതൽ പേരിലേക്ക് അവരോട് അവരെ അറിയിക്കാൻ, കാണിക്കാൻ, നമ്മൾ പറയാം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്തില്ല. നമ്മുടെ സന്തോഷം, നമ്മുടെ ആഗ്രഹം അതിലിതാകാം. ബാക്കി അത് അറിയുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞേക്കാൾ കൂടുതൽ സന്തോഷം നമ്മൾ വേണ്ടപ്പെട്ടവർക്കായാലും എല്ലാവർക്കും അത് അതിനൊരു കൂടുതൽ ഒരു ഭയങ്കര ഇതാവും. അപ്പൊ അതിലാണ് ഞാൻ കുറച്ച് ഇതാകുന്നത്. കുട്ടി പറയാത്തത് അതാണ്. ശരിക്കും ഓൾറെഡി കുറെ മോഡലിംഗ് ആഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ 5 സ്റ്റാറിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ ഹിറ്റ് 5 സ്റ്റാർ ഡു നത്തിങ് അല്ലേ, അതേപോലെ ഇപ്പൊ 5 സ്റ്റാറിന്റെ മോഡലാക്കാൻ പറ്റിയ ഏറ്റവും ഇതാണ്. നമ്മൾ ഒന്നും ചെയ്യാതെയും നമുക്ക് സ്റ്റാർ ആവാന്നുള്ളത് ആണല്ലേ. എൻക്വയറി വരും തീർച്ചയായിട്ടും. ഇനി അങ്ങനെ 5 സ്റ്റാറിന്റെ പരസ്യത്തിൽ കയറിയോ അല്ലെ, നമ്മൾ ഒന്നും ചെയ്യാതെ സ്റ്റാർ പകരം ഇനി അത് ഷിബിന്റെ ഒരു ഇതായിട്ട് വരുന്നുള്ളത്. ഇത് ശേഷം വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്? കുറെ കൂടി മൂവീസ് ആണോ? മൂവി ആണെങ്കിലും ആഡ് ആണെങ്കിലും ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ മൂവിക്ക് തന്നെ കൊടുക്കുക, പ്രയോറിറ്റി മൂവിക്ക് തന്നെ കൊടുക്കുക. പിന്നെ ലുക്ക് ബേസ് അവർക്ക് ഓക്കെ ആണെങ്കിൽ ആ ലുക്ക് ഓക്കെ ആണെങ്കിൽ ആഡ് ചെയ്യാനും ഓക്കെയാണ്. അങ്ങനെ ആണ്. ഇതെങ്ങനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ തൃശ്ശൂർ കേച്ചേരിയുള്ള ആളാണ്, എരുമ്പെട്ടിയാണ് സ്വദേശം എന്ന് പറഞ്ഞു. സിനിമയുടെ വലിയ ലോകത്തേക്കുള്ള ഒരു എൻട്രി അപ്പൊ എങ്ങനെയായിരുന്നു ശരിക്കും? അത് ഞാൻ +2 കഴിഞ്ഞിട്ട് ആദ്യമുള്ള ഒരു ആഗ്രഹമായിരുന്നു? ആഗ്രഹം അല്ല, ചെറുപ്പത്തിൽ മൂവീസ് ഒക്കെ തൊട്ടടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ട് എരുമ്പെട്ടിന്. അപ്പൊ അവിടെ പോയി കാണാറുണ്ട്. അപ്പൊ അതിലത്തെ ഓരോ ആക്ടേഴ്സും ഓരോ ക്യാരക്ടേഴ്സും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ആ ടൈമിലല്ലേ. പിന്നെ 10ാം ക്ലാസ് ഞാൻ എല്ലാവരും പോലെ പോലീസിലേക്ക് നോക്കുക, മിലിറ്ററി. ആ ടൈമിൽ നമ്മുടെ ഒരു കാലഘട്ടമാണല്ലോ, സിനിമകൾ അതെല്ലാം കണ്ടുവന്ന് പട്ടാളക്കാരൻ, പോലീസ്, അങ്ങനല്ല. അതിനുവേണ്ടി ഞാൻ നോക്കി പട്ടാളത്തിന് വേണ്ടി ആദ്യം പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ റാലി പരിപാടിക്ക് പോയി. പക്ഷെ അത് കുറെ റിജക്ട് ചെയ്തു, കുറച്ച് ഹൈറ്റ് കുറവില്ല. പക്ഷെ എന്റെ സെയിം ഹൈറ്റ് തന്നെയാണ്. പക്ഷെ അവർക്ക് ഇത്ര ആൾക്കാർ വേണമെന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, റിജക്ട് ചെയ്തു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ PSC കോൺസ്റ്റബിൾ ടെസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഞാൻ എഴുതി തുടങ്ങി. പക്ഷെ ആ ടൈമിലാണ് ഇതിനെ പറ്റി ഒരു ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്യാറുണ്ട് പാർട്ട് ടൈം ആയിട്ട്. അപ്പൊ എന്റെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ +2 പഠിച്ചിരുന്ന ഒരു പയ്യൻ ഷോപ്പിലേക്ക് വരായിരുന്നു. ആഷ്കർ എന്നാണ് പേരാണ്. അപ്പൊ ആള് ചോദിച്ചു എന്താ ചെയ്യുന്നു ചോദിച്ചപ്പോ PSC ക്ലാസ്സിനുണ്ട്. പിന്നെ പാർട്ട് ടൈമിൽ പറഞ്ഞു നീ എന്താ ചെയ്യുന്ന വെച്ചപ്പോ ഞാൻ ഫിലിമിലടാ കാസ്റ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് പോകാന്ന് പറഞ്ഞു. അടിപൊളി, നീയൊക്കെ സെറ്റപ്പ് ആയില്ലേന്ന് പറഞ്ഞു. ആടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ മേടിച്ചു. എന്നിട്ട് ഇന്ന് രാത്രി ഒരു കാസ്റ്റിംഗ് കൂടെ അയച്ചായിരുന്നു. ബ്ലാക്ക് സ്കിന്നിന് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, താല്പര്യം ചോദിച്ചു. അപ്പൊ എന്താ ഇത് കാസ്റ്റിംഗ് ഇതൊക്കെ അറിയണ്ടെന്നില്ല. ആ സിനിമയിലേക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ്, ഓഡീഷനൊക്കെ പോകണം, ഇതാണ്, നീ ഞാനും ഉണ്ടാവുന്ന പറഞ്ഞു. ശരി പോവാന്ന് പറഞ്ഞു. ചെന്നപ്പോ ഒരു 500ാമത്തെ ടോക്കൺ അങ്ങനെ എന്താ കിട്ടിയത്. അത്യാവശ്യം ആൾക്കാരുണ്ട് ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഡയറക്ടർ ടീമൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് പറഞ്ഞു ഡയറക്ടറാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്നെ പെട്ടെന്ന് നോട്ട് ചെയ്ത് വരും. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഷിബിൻ ചെയ്യണ്ട വിട്ടോ, നാളെ വിളിക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ കാസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതെന്ത് ഇത്ര പേരുന്നിട്ട് എന്നെ പെട്ടെന്ന് കാസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്തോ ഇവരന്ന് വ്യത്യാസമായിട്ട് എന്താന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി. പിന്നീട് ഒരു ഫ്രണ്ടായിട്ട് വാട്സപ്പില് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. പിന്നെ ഓഡീഷൻ, പിന്നെ ക്ലാസ്സിനും കാര്യങ്ങളൊന്നും നേരെ കയറിയിട്ട് പോയിട്ടില്ല. എല്ലാ മിക്ക ആഴ്ചയിലും എറണാകുളത്തുണ്ടാവും ഓഡീഷൻ. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഓഡീഷൻസ്.
കുറേതിലും സെലക്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് അങ്ങനെ സെലക്ട് ആയി. പക്ഷെ 4 മൂവീസ് ചെയ്തു, അതെല്ലാം ക്ലിക്കാവാത്ത. അറിയപ്പെടുന്ന ലോകയിലൂടെ ആണെങ്കിൽ അതിന് മുമ്പ് 4 മൂവീസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അപ്പോൾ? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, റാണി ദ റിയൽ സ്റ്റോറി, സൂപ്പർ സിന്ദഗി, പിന്നെ കാ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിരുന്നു, അത് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഇത് അതിലൊക്കെ വേഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ട് കഴിഞ്ഞിട്ടും അവിടെ കിട്ടാത്തൊരു സ്വീകാര്യത ഇവിടെ കിട്ടി അല്ലേ? വളരെ കുറച്ച് സീനില് അത് മിണ്ടാതെ ഉരിയാടാതെ നമ്മൾ പറയുന്ന പോലെ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ വിഷമം തോന്നിയിട്ടുണ്ട് മുമ്പൊക്കെ, ഞാൻ ഇത്ര ക്യാരക്ടർ റോൾ ചെയ്യുന്നു, എന്നെ തിരിച്ചറിയുന്നില്ല, പക്ഷെ അത് ഇവിടെ അതിനൊരു കിട്ടുന്ന പോലെ അല്ലെ, റിസൾട്ട് ദൈവം തന്നു എന്ന്. അല്ല, പല സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട്. ചില മൂവിയിൽ കാസ്റ്റ് എല്ലാം ചെയ്തെല്ലാം അവിടെ എത്തി, ലൊക്കേഷനിൽ എത്തിയിട്ട് അങ്ങനത്തെ കുറെ ഇതുകളുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ മൈൻഡ് എപ്പോഴും പറഞ്ഞാൽ ഒരു ചെറിയൊരു മൂവി പോണത് അടുത്ത വലിയൊരു പടം വരാനുള്ള ഒരു തുടക്കമാണ് ഞാൻ എൻ്റെ മൈൻഡിൽ. അതാണ് എൻ്റെ കോൺഫിഡൻസ്. അതൊരു ഇനി എത്ര കൊല്ലായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനിയും ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നുള്ളൊരു കോൺഫിഡൻസ് ഇതുവരെ എത്തിച്ചിട്ടുള്ളതാണ്. ശരിക്കും നോബഡി ലോകയിലെ ക്യാരക്ടർ കണ്ടിട്ട് ഇപ്പൊ ഷിബിനെ കാണുമ്പോൾ ഞെട്ടലുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഞെട്ടിയൊരു ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിക്കാം. ആക്ച്വലി ഞാൻ ഞെട്ടിയ ഫോട്ടോ ഇതാണ്. ഇതെങ്ങനെയാണ് ജോലയിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഫിസിക് മൊത്തത്തിൽ മാറി ആണ്. നെക്ക് ആക്ച്വലി ഇത്ര ലെങ്ത് കുറച്ചുണ്ട്, പിന്നെ കുറച്ച് അവർ എഡിറ്റ് ചെയ്തു. അത് അവരെ സിമ്പിൾ എന്ന് പറയുന്ന സ്നേക്ക് ആണ്. അപ്പൊ അതിന്റെ ഒരു നാഗ എന്ന് പറഞ്ഞൊരു സീരീസ് ആണ്. അപ്പൊ അതിലേക്ക് വൈറ്റ് ലെൻസ് കാണില്ല. ലെൻസ് ആ ലുക്ക് പെട്ടെന്നൊരു ഒരു മേക്ക് ഓവർ പരിപാടി ഉണ്ടായിരുന്നല്ലോ, വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഐ ഇതാക്കുന്ന. ശരിക്കും അങ്ങനെ ചെയ്യും? ഇതില്ലാതെ ചെയ്യാറുണ്ടോ അതോ ലെൻസ് മാത്രം? അത് അവർക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പിന്നെ വേറെ 1-2 ആർട്ടിസ്റ്റും വെച്ചിരുന്നു ആ ലെൻസ്. ഒരു 8 മണി വെച്ചിട്ട് ഒരു ഈവനിങ് വരെ അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഭക്ഷണം ഫുഡൊക്കെ അവര് എന്നെ തരും. അപ്പൊ ഇത് വെച്ചോണ്ടിരിക്കും ബുദ്ധിമുട്ടില്ലേ? അപ്പൊ കണ്ണ് കാണില്ല, ഫുൾ ഇല്ല. സ്റ്റാർട്ടിങ്ങിലോ ഞാൻ ഇതുവരെ അതിന് ലെൻസ് വെച്ചിട്ടില്ല. ഫസ്റ്റ് വെക്കുന്നത് ഇതാണ്, ഈ വൈറ്റ് ലെൻസ് ആണ്. ഞാൻ കണ്ണും കാണൂല, അത് ഒന്നും കാണില്ല. എന്റെ കൈ പിടിച്ചോണ്ടായിരുന്നു എല്ലാരും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു, പിന്നെ ഓക്കെ നോ പ്രോബ്ലം. അത്യാവശ്യം ഒരു ദിവസം മുഴുവൻ അത് വെച്ചിട്ടിരുന്നു. 8:30 തൊട്ടിട്ട് ഒരു ഈവനിങ് വരെ. ഭക്ഷണം ടൈമിൽ ഒരെണ്ണം ഊരി അങ്ങനെ പിന്നെ വീണ്ടും വെച്ചു. അങ്ങനെ കുഴപ്പമില്ല. എനിക്ക് ആ വർക്ക് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ്. ആ ടൈമിൽ ഞാൻ ഏതൊരു നമ്മളിവിടെ ചെയ്യിപ്പിക്കത് എന്റെ ഇതില് അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചെയ്യുമ്പോ ചിലവർക്ക് ചിലപ്പോ അത് പറ്റില്ല, വൈറ്റ് ഒന്നും കാണില്ലേ, ടോർച്ച് അടിച്ച പോലെ ഉണ്ട് നമ്മൾ വൈറ്റ്. പക്ഷെ കുറെ കഴിയുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യും. ഇത് എവിടെ നിന്ന് നീളുന്ന ജിറാഫ് പോലെ കഴുത്ത് നീളാൻ പറ്റുന്ന എങ്ങനെയാണ്? അങ്ങനല്ല, കുറച്ചവര് നീട്ടിണ്ട്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ കൊടുത്തു, പിന്നെ അവര് നീട്ടി. അവരാ സ്നേക്ക് ആണല്ലോ, ആ മൂഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ലെങ്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു നാച്ചുറൽ ഫോട്ടോ പോലെ ട്രിം ചെയ്തിട്ട് ആക്കിയിട്ടുണ്ട് എന്നുള്ള സാധനമാണ്. മേക്ക് ഓവർ ഭയങ്കര. എനിക്ക് തോന്നുന്നു അങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തിയതാണോ ശരിക്കും ലോകയിലേക്ക് ഒരു കാരണമായത്? ഞാനിപ്പോ തോന്നുന്നു വിളിച്ചത് ഈ ഷൂട്ട് ചെയ്യുമ്പോഴാണ് വിളിച്ചത്. അതിന് മുമ്പ് ലോകയിലെ നോബഡി ക്യാരക്ടറിന്റെ ലുക്കിൽ ഫോട്ടോഷൂട്ട് മുമ്പ് നടത്തിയിട്ടില്ലേ? ഉണ്ട്. ഷിബിൻ തോന്നുന്നുണ്ടോ ഞാൻ ഇങ്ങനെ മുടിയും താടിയും വെച്ചിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നോബഡിക്ക് എന്നെ വിളിക്കില്ലായിരുന്നു എന്നുള്ള സാധനം? ആ ക്യാരക്ടറിന് അത് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയി തോന്നിയോണ്ടല്ലേ വിളിച്ചത്? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. കാരണം എപ്പോഴായാലും നമുക്കുള്ളത് വരും. നമ്മൾ ഇപ്പോഴാ ലൈവിലുണ്ടല്ലോ, ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉണ്ട്. ഏത് വർക്കായാലും നമ്മളത് ഐഡിയ വരും. നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കണല്ലോ, അതിന് എത്തുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, ഐ മീൻ ആ ക്യാരക്ടർ അത് അങ്ങനെ ആയതുകൊണ്ട് വിളിച്ചു എന്നുള്ള രീതിയിലേക്ക് അവർക്ക് വേണ്ടത്. അതാ ഞാൻ ചോദിച്ചേ, ആ ലുക്ക് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ചാൻസ് മിസ് ആവുമായിരുന്നു. ചാൻസ് ഉണ്ട്. ഇപ്പൊ അവിടെ നാഗേഷും പറഞ്ഞത് നമ്മൾ ഡയറക്റ്റ് കേട്ടില്ല, കേട്ട കുറച്ച് പേര് വേദിയിൽ ഉണ്ടായിരുന്നു, വേദിയിലും സദസ്സിലായിട്ട്. നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും അല്ലെ, ഈ പരാമർശത്തിന് ശേഷം അല്ലെങ്കിൽ ഈ അപനത്തിന് ശേഷം ക്രൂവിന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് സംസാരിച്ചു ഷിബിനോട്? വിളിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. എന്താ പറഞ്ഞ അവരുടെ സൈഡിൽ? അല്ല, പിന്നെ അരുൺ ബ്രോ ഓഡിയൻസിന്റെ ഭയങ്കര ആ സിറ്റുവേഷനിൽ അവരോടുള്ളപ്പോ ഭയങ്കര സന്തോഷം, എന്താ പറയാ, ഭയങ്കര ഷോക്കായി അങ്ങനെ പറഞ്ഞു. പിന്നെ പ്രതീക്ഷിക്കല്ലോ, ഭയങ്കര സന്തോഷം, ഭയങ്കര കുറെ ആള് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഉണ്ട്. എത്ര വലിയൊരു ഡയറക്ടർ ഒരു ആർട്ടിസ്റ്റിനെ, ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിനെ തിരിച്ചറിഞ്ഞിട്ട് അയാളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ഈ ആർട്ടിസ്റ്റിന് കിട്ടുന്നൊരു പ്രചോദനം എന്താ ശരിക്കും ഷിബിന് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി എന്തായിരുന്നു? അല്ല, നമ്മളാ ചെയ്ത ക്യാരക്ടർ എത്രത്തോളം വിജയിച്ചു എന്നുള്ളതിന്റെ ഒരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഭയങ്കര അതിന് സന്തോഷമാണ്. ഉണ്ട്.
വിജയിച്ചു ആ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇനി നേരത്തെ അതിൽ സ്പിൻ ഓഫ് വേണമെന്ന് ഓൾറെഡി പറഞ്ഞു നാഗശ്വിൻ. അതല്ലാതെ ഇനി ആ ലുക്ക് പിടിച്ചിട്ടൊരു ക്യാരക്ടർ പെട്ടെന്ന് എന്തെങ്കിലും രീതിയിൽ എൻക്വയറി വന്നോ, ഐ മീൻ ഓഫർ വന്നോ? ആ ലുക്കിൽ വന്നിട്ടില്ല, പക്ഷേ ഈ ലുക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 പ്രോജക്റ്റ് ഓൾറെഡി തുടങ്ങാണ്ട്, വേറെ 2 പ്രോജക്റ്റ് തുടങ്ങാണ്ട്, ടൈം എടുക്കും തുടങ്ങാൻ. അതല്ലാതെ ഇപ്പൊ അടുത്ത് ഈ മൂവിക്ക് ശേഷം 2 പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ഉണ്ട്. ഡിക്ക് മൊമെന്റ് ഉണ്ടായോ? ഡിക്കിനെ കാണുക, സംസാരിക്കുക ഉണ്ടായോ? കാണാൻ പറ്റില്ല. ഇല്ല. ഞാൻ ഇല്ലാത്ത സമയത്തായിരുന്നു DQ പിന്നെ ടോബിനോ ബ്രോ അവരൊക്കെ വന്നിട്ടുള്ളത്. വേറെ കുറച്ച് ആർട്ടിസ്റ്റ് വന്നിരുന്നു. മിസ്സായി. ഞാൻ അന്ന് ഷൂട്ടിന്റെ ലൊക്കേഷനിൽ വന്ന അന്ന് മമ്മൂക്കണ്ടായിരുന്നു അവിടെ. അപ്പൊ കാറ് കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്ന കടത്തി വിട്ടില്ല ഞങ്ങൾ ആദ്യം വന്നത്. അപ്പൊ വിവേകേട്ടൻ വന്നിട്ട് പറഞ്ഞ് ആർട്ടിസ്റ്റാണ് പറഞ്ഞിട്ടാണ് എന്നോട് ഉണ്ടായി. പക്ഷെ ഞാൻ അവിടെ പോകാൻ പറ്റി. എന്റെ കോസ്റ്റ്യൂം ഒക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ലൊക്കേഷൻ കൊച്ചി വൈറ്റില ഒരു സ്റ്റുഡിയോയിലായിരുന്നു. നമ്മുടെ ശരിക്കും ഫ്ലാറ്റ് സീനൊക്കെ ബാംഗ്ലൂർ വരുന്നത് കൊച്ചിയാണോ? ഔട്ട്ഡോർ ബാംഗ്ലൂര്, ഇൻഡോർ കൊച്ചിയിലായിരുന്നു. ഓക്കെ. ഇൻഡോർ ഫുള്ള് അപ്പൊ നമുക്ക് ഓൾറെഡി ഇൻഡോർ ആയതുകൊണ്ട് കൊച്ചിയിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഓൾറെഡി തെലുങ്കിൽ ട്രാക്കിൽ പിടിച്ചു. ഇപ്പൊ ഇവിടെയുണ്ട്. തമിഴ് അത്യാവശ്യം സംസാരിക്കുന്ന ആളാണ് അല്ലെ? എവിടെ കുറച്ചുകൂടി സിനിമയോടായിട്ട് നിൽക്കാനാണോ ഇഷ്ടം, അത് ഇന്ന ലാംഗ്വേജിൽ പോയിട്ട് അവിടെ ഞാൻ നിൽക്കാൻ ഏതാ കുറച്ചുകൂടി ഇഷ്ടം? ഇല്ല, എല്ലാ ലാംഗ്വേജും ചെയ്യാൻ ഇഷ്ടമാണ്. ഉണ്ട്, എല്ലാ ലാംഗ്വേജിലും ചെയ്യണം ഇഷ്ടമുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് മാത്രം അങ്ങനെ ഇല്ല, എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. മലയാളത്തെ അത്തരത്തിൽ ഇനി ഞെട്ടിക്കാൻ പോണത് ഇതിലായിരിക്കും സിനിമ? അങ്ങനെ പറയാൻ പറ്റില്ല. വീണ്ടും സൈലന്റ് ആവുന്നുണ്ട്. പക്ഷെ പരിപാടി ഉണ്ട്. എന്താണ് പരിപാടി? ഇപ്പൊ ഒരു മൂവിയില് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങാൻ പോണല്ലോ. അതിന്റെ അപ്ഡേഷൻ ഇപ്പൊ അടുത്തായിട്ട് തന്നെ വരും. അങ്ങനെ ഇതിലാണ് ഇപ്പൊ ഉണ്ട്. അതും പറയാൻ പറ്റാത്തതാണോ? അല്ല, ജസ്റ്റ് പറയാം, നെയിം പറയാം. ഓക്കെ. കാട്ടാളെന്നാണ് മൂവിയുടെ പേര്. എന്നിട്ടാണ് മിണ്ടാതിരിക്കുന്നത് അല്ലേ? ഓക്കെ. അത് അവരെന്നെ ഇപ്പൊ അനൗൺസ് ചെയ്യും, ഇപ്പൊ അടുത്ത് തന്നെ അനൗൺസ് ചെയ്യും. അപ്പൊ അത് കാരണം ഞാനിപ്പോ പറഞ്ഞത് ഈ ഇന്റർവ്യൂ അങ്ങനെ സമയം ഉണ്ടല്ലോ അങ്ങനെ അത് കാരണം പറഞ്ഞു. ഉണ്ട്. ഈ ഷിവിൻ്റെ പക്ഷേ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു വെസ്റ്റേൺ ആക്ടർ അല്ലെങ്കിൽ ഒരു മോഡലിൻ്റെ പ്രൊഫൈൽ നോക്കുന്ന പോലെയാണ് ടൈം ലൈൻ കംപ്ലീറ്റ് എടുക്കുന്നത് എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് അങ്ങനെയാണ്. പക്ഷെ നമുക്കിവിടെ ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് പലതരം ലുക്ക് കണ്ടുവരും. ഇപ്പോൾ ഈ നോബഡിയിലെ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാൻ ഈ ലുക്കിൽ ക്ലീൻ ഷേപ്പിലെ ഫോട്ടോഷൂട്ട് കണ്ടിട്ടാണ് കാരണമായെങ്കിൽ ചിലപ്പോൾ വേറെ ക്യാരക്ടറിൽ വരുമ്പോൾ ഈ ലുക്ക് കണ്ടാൽ ഓക്കെ ഒന്നും വരില്ല. പക്ഷെ ഇത് എന്താണ് വേറെ അപ്ഡേറ്റ്സ് ഒന്നും കൊടുക്കാത്ത? ഇപ്പൊ റീസെന്റ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലാതെ കൂടുതലും കൊടുക്കാത്ത എന്തുകൊണ്ടാണ് ശരിക്കും? എന്റെ പ്രൊഫൈൽ ഇങ്ങനെ ഇടുന്നാൽ മതി, ഈ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, അതുകൊണ്ടാണോ? ഈ ഇൻസ്റ്റ തുടങ്ങി പിന്നെ ഫോട്ടോസ് ഒക്കെ ചെയ്ത ടൈമിൽ തന്നെ എനിക്ക് ഫോട്ടോസ് എടുത്ത ഫോട്ടോഗ്രാഫേഴ്സ് അയച്ചെന്നാലും ഞാനായിട്ട് അതിന് കുറച്ച് 10-15 ഉണ്ടാവും. അതിന് ഞാൻ നോക്കിയിട്ട് ഏതാണ് നല്ലത്, ഡിഫറെന്റ് അങ്ങനെ അടുക്കും ചിട്ടായിട്ട് അങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുകൊണ്ട് സെലക്ട് ചെയ്തേക്കണ ഞാൻ തന്നെയാണ്. കുറച്ച് ചെറുതായിട്ട് കളറ് ഏഡ് ചെയ്യാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അങ്ങനെയാലും ഞാൻ ചെയ്യാറ്. അപ്പൊ അങ്ങനെ നീറ്റായിട്ട് എല്ലാവരും കുറച്ച് ഡിഫറെന്റ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ മൂവിയിലേക്ക് വരുമ്പോൾ ഞാനിപ്പോ ഒരു 1 ഇയർ പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും ഉള്ള ഉണ്ടായിരുന്നില്ല, വർക്കോളം ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെ ഡൗൺ ആവേണ്ട വെച്ചിട്ടാണ് ഞാൻ അത് ഇങ്ങനത്തെ ആ ലുക്കിൽ 2 ഫോട്ടോ ചെയ്തത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ കയറി. അത് കാരണം അങ്ങനെ ഇട്ടു. നല്ലൊരു എന്റെ അതിനോട് ചേർന്ന് പോണൊരു കളറിങ്ങും ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ കാരണം ഞാൻ അതിൽ പിൻ ചെയ്തിട്ടേക്കുന്നത്. അത് ഡയറക്ടേഴ്സ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, താടികളും കൂടി ഇട്ടോളോ. അതാ പറഞ്ഞ മാറ്റമില്ലെങ്കിൽ ക്യാരക്ടറുകൾ കൂടിയും ഓക്കെ ആവണല്ലോ എന്നുള്ളൊരു സംഭവം. അതെ. അപ്പൊ ഞാൻ പിന്നെ പിൻ ചെയ്തു. പിന്നെ 2 ഫോട്ടോസ് ഉണ്ട് അത് താടികൾ. പിന്നെ ഞാൻ റീൽസിൽ ഇട്ടുണ്ട് കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ഇട്ടുണ്ട്. ഈ ഒരു ആക്ടറിന്റെ സോഷ്യൽ മീഡിയ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് ഒരു ആക്ടറിന്റെ വളർച്ച എന്ന നിലയിൽ? അല്ല, നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. കുറച്ച് നല്ല വർക്കുകളും എൻക്വയറീസും കാര്യങ്ങളൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എന്തായാലും നന്നായി ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയാണ്, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള സംഭവമാണ്. ശരിക്കും നമ്മൾ സിനിമ മേഖലയിലൊക്കെ പറയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ നാട്ടുകാരിലുണ്ടായ മാറ്റം എന്താ ഷിബിനെ കാണുമ്പോൾ? എല്ലാവർക്കും ഷോക്കാണ്. ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം മുമ്പ് ഞാൻ ഈ ഓഡീഷനൊക്കെ ഇറങ്ങാണെങ്കിൽ കാലത്ത് നേരത്തെ ഒരു 5-6 മണി ടൈമിൽ ഇറങ്ങും. നേരത്തെ അവിടെ എത്താൻ ടോക്ക് എടുക്കാൻ ടൈമിൽ അങ്ങനെ വച്ചനാക്കി വരും. എന്നിട്ട് അങ്ങനെ വരും. പിന്നെ രാത്രി എത്തുമ്പോൾ ഒരു 12 മണി 1 മണിയൊക്കെ ആവും ടൈം. പരിപാടിയൊക്കെ ആയിട്ട് ട്രെയിൻ ചെയ്ത് അങ്ങനെ വരും. ട്രെയിൻ കിട്ടി വരുമ്പോൾ അങ്ങനെയാവും ടൈം. അപ്പൊ ആരും അറിയണമെന്നില്ല ഞാൻ എങ്ങനെ പോകണം എന്താന്നും. ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരികെ വീട്ടിൽ തന്നെയാണ് പോകാറ്? കൊച്ചിയിൽ നിൽക്കാറില്ല? ഇല്ല, ഷൂട്ട് കഴിഞ്ഞിട്ടായാലും ഓഡീഷൻ കഴിഞ്ഞിട്ടായാലും ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഇല്ല. ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ എത്രത്തോളം നിൽക്കാൻ അങ്ങനെ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. വലിയ സൗഹൃദങ്ങളൊന്നും ഇല്ല. സൗഹൃദങ്ങളുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കാറില്ല. ഞാനൊരു 80% ആയിരിക്കും അങ്ങനെ അങ്ങനത്തെ ഒരു ഇത് കൊടുക്കാറില്ല.
മാക്സിമം ഞാനായിട്ട് തന്നെ അത് ചെയ്യാറുണ്ട്. Okay. അല്ല നമ്മൾ മനസ്സിലാക്കി നമ്മളത് ചെയ്യാറുണ്ട്. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛന്റെ സന്തോഷം എങ്ങനെയായിരുന്നു? ഞാൻ എന്റെ വർക്ക് കാര്യങ്ങളെല്ലാവരും ഫസ്റ്റ് പറഞ്ഞ അച്ഛനോടാണ്. അച്ഛനാണ് ബെസ്റ്റ് ബഡി. അച്ഛനോട് വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറയാറ്, ഇങ്ങനെ വർക്ക് വന്നു, ഞാൻ പോവാണ്, അവിടെ ഷൂട്ട് ആണ്, നടൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയും. അച്ഛൻ ഹാപ്പിയാണ്. അച്ഛന് പണ്ട് തന്നെ തൊട്ടിന് ഉറപ്പുണ്ടായിരുന്നു ഞാനൊരു നല്ല രീതിയിൽ എത്തുന്നു. കാരണം എന്റെ ശ്രമങ്ങളൊക്കെ അങ്ങനെയാണ്. ഞാൻ പണ്ടോട്ട് തന്നെ ഞാൻ എന്റെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ മിലിറ്ററിയുടെ തന്നെ അതിലും ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് അതിന് റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ കുറെ കിട്ടാത്ത സമയത്ത് എനിക്ക് മനസ്സിലാവും എന്റെ ഇത് വ്യൂ ഇതല്ല, എന്റെ വേ ഇതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ വന്നത്. പക്ഷെ ഇതില് എനിക്ക് കൂടുതൽ എനിക്ക് കിട്ടി, മൂവി ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് കിട്ടി, എന്റെ കറക്റ്റായിട്ടുള്ള വഴി തന്നെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ഇത് ഹാപ്പിയാണ്. ഇപ്പോ ഈ പടം ഇറങ്ങിയപ്പോ അമ്മയ്ക്കും വീട്ടിലും ബാക്കി ഭയങ്കര വീട്ടിൽ പുറത്തുനിന്നുള്ള അവരുടെ ഇത്. ഏറ്റവും കൂടുതൽ ഷിബിന് കിട്ടിയുള്ളത് എന്താ? സപ്പോർട്ടാണോ അതോ അംഗീകാരമാണോ? ഇപ്പൊ പലപ്പോഴും ഉണ്ട് നമ്മുടെ ശ്രമങ്ങൾ സ്ട്രഗിൾ പീരീഡിലൊക്കെ ആരും പറയുന്നത് എനിക്ക് വേറെ പണിക്ക് പോക്കൂടാ, നീ ചെയ്യണമെന്ന് ചോദിക്കണവരായിരിക്കും. വൺസ് നമ്മൾ ഇത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അടിപൊളിയോടാ നീ സൂപ്പർ, നീ അതാവും എന്നൊക്കെ നമുക്ക് അറിയാമെന്നൊക്കെ പറയുന്നവരാണ് കൂടുതലുള്ളത്. ഷിബിന് കൂടുതൽ കിട്ടിയുള്ളത് എന്താ? ഈ സപ്പോർട്ടാണോ അതോ അത് കഴിഞ്ഞിട്ട് നേടിയപ്പോൾ കിട്ടിയ അംഗീകാരമായിരുന്നോ? എനിക്ക് രണ്ടും കിട്ടിയില്ല പറഞ്ഞു. രണ്ടുമില്ല. കാരണം ഞാനത് കൂടുതൽ പറയാറില്ല ആരോടും. ഇതിലുണ്ട്, ഈ ഫീൽഡിലുണ്ട്, അങ്ങനെയാണ്, അതായാലും അപ്ഡേറ്റ് ചെയ്യാറില്ല. പിന്നെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. ഞാനൊരു സഹൽ അമീദ് എന്ന് പറഞ്ഞ ഏഡിയാണ്, എംബുരനിലൊക്കെ ഏഡി ആയിരുന്നത്. അവനോട് എനിക്ക് വരുന്ന വർക്കുകളൊക്കെ ഞാൻ അവനോട് ഡിസ്കസ് ചെയ്യും. ഇവിടെ ഇങ്ങനെ വർക്ക് വന്നിട്ട് ഫസ്റ്റ് ഞാൻ അവനെ വിളിക്കാം അങ്ങനെ. അപ്പോൾ അവിടെ അടിപൊളിയാണ് ചെയ്യാൻ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ എനിക്ക് പറഞ്ഞു തരാറ് ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ അവനോട് ഞാൻ പറയും. അപ്പോൾ അവൻ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. ബാക്കി ഞാൻ അങ്ങനെ പറയാറില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞാലും അച്ഛൻ പറയാനും ഓക്കെ എന്നാ അങ്ങനെ പറയുള്ളൂ. നോന്നാൻ പറഞ്ഞുള്ളൊരു ഓപ്ഷൻ ഇല്ല. കൂടുതലും പറയാത്ത കാരണം എനിക്ക് ഈ അംഗീകാരം സപ്പോർട്ട് അങ്ങനെ കിട്ടിയില്ല. കിട്ടിയിട്ടുള്ളത് എന്റെ ഫ്രണ്ടിൽ നിന്നാണ്, സഹൽ അമീദ് ആണ്. നമ്മളവിടെ ബീൻ ബാഗിലെ അവിടെ ഇതിൽ ചെയറിലിരിക്കുകയാണ്, ചാരിയിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ പ്രത്യേകിച്ച് ഡയലോഗ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവിടെയാണെന്നുണ്ടെങ്കിൽ ചന്തു ആണെങ്കിലും അരുണാണെങ്കിലും നെസ്ലിനാണെങ്കിലും ഇവിടെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുക. ചിരി വന്ന ഏതെങ്കിലും മൊമെന്റില് ഒരു ചിരി വന്നു ഉണ്ട്. അത് ആ സീന് അതിലില്ല ശരി. ഇല്ല, ചിരിച്ചായിരുന്നോ? ചിരിച്ച് 2 ടൈക്ക് കൂടി പോയി. അത് എന്റെ സീനില്ല, അവരുടെ നസ്ലിൻ അവരുടെ സീനില് ഷിബിൻ ചിരിച്ചുകൊണ്ട് അത് റീടേക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനല്ല, അത് ഞാൻ ചിരിച്ചു. അന്നവന്റെ സീനാണ്. അന്നവനെ കുറിച്ചൊരു മനുഷ്യന്റെ സംഭവം, അന്നവൻ വന്ന് കാറ്റിനെ പറയുന്ന സീൻ. ആ ടൈമിൽ എന്നോടൊരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും പറയില്ല, എന്നോട് പറയണേ. പക്ഷെ എനിക്ക് ചിരി വന്നു, അന്നവന്റെ ചിരി വന്നു. എന്നിട്ട് അത് 1-2 ടേക്ക് പോയി. ലാസ്റ്റ് ഇങ്ങനെ 1-2 ടേക്ക് അത് കൂടുതൽ പോയി. അതാണ് സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നസ്ലിൻ കൂടി ആയിട്ട് ചോദിച്ചത് പറയേണ്ട ഒരു സാധനം അതില്ല. നല്ല ചിരി പിടിച്ചു നിർത്താലോ ബുദ്ധിമുട്ടില്ലേ? അന്നവനോട് ചോദിക്കേണ്ടത് ഞാൻ ചിരിക്കുന്നുണ്ട്, അന്നവനും ചിരിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഇതാണ്. ടോട്ടലി മൊത്തം ഫുൾ എൻജോയ്മെന്റ് ആണ്. അതിന്റെ സെറ്റ് ഫുള്ളും ഡിപ്പാർട്ട്മെന്റ് ആയാലും ആക്ടേഴ്സ് ആയാലും ഭയങ്കര ഫണ്ണായിട്ട് പോയിരുന്നു ഷൂട്ട്. ശരിക്കും ക്യാരക്ടറിന് ഡയറക്ടർ തന്ന നിർദ്ദേശം എന്തായിരുന്നു? വെള്ളടിച്ച് കിടക്കുന്ന ആളാണെന്നോ, ട്രിപ്പായി എടുക്കുന്ന ആളെന്നോ, അല്ലെങ്കിൽ ഇതൊന്നും ഉറങ്ങുന്ന ആളാണ്, ഓഫാണ്, എന്താ ശരിക്കും തന്ന ക്യാരക്ടർ തന്ന നിർദ്ദേശം എന്തായിരുന്നു? അങ്ങനെ സ്പെഷ്യലായിട്ട് നിർദ്ദേശം തന്നിട്ടില്ല. അങ്ങനെ ചേട്ടലിങ്ങനെ ഇരിക്കുക. പിന്നെ ലാസ്റ്റ് പറഞ്ഞ രീതിയിൽ കഞ്ചാവടി ട്രിപ്പിൾ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ജസ്റ്റ് അങ്ങനെ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് പറഞ്ഞോളൂ. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ഇല്ല, ഇനി ഇമ്പോർട്ടന്റ് ഇല്ല. ജസ്റ്റ് ആ ഒരു ഇതാണ്. ഞാൻ പറഞ്ഞപ്പോ സാറൊപ്പൊന്നും എല്ലാം പറഞ്ഞിരുന്നു. എന്റെ ഡൗട്ടുള്ളൂ, ഞാൻ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. നല്ല രീതിയിൽ തന്നെ നമുക്ക് റിപ്ലൈ കിട്ടിയിരുന്നു. അതുവരെ ആരെയും മൈൻഡ് ചെയ്യാത്ത ആള് നീലി വന്നപ്പോ മൈൻഡ് ചെയ്തു. അതെന്താ? അത് ഡയറക്ടർ പറഞ്ഞതാണ്. ഒരു വെറൈറ്റി സാധനം പറഞ്ഞു. അത് പറഞ്ഞു അതുപോലെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണോ? അല്ലല്ല, ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ നോക്കണ്ട് പറഞ്ഞു. ഞാൻ അതേപോലെ നോക്കി ഷോട്ട് നോക്കി. ഓക്കെ, ആ നീലി വന്നപ്പോ ഇട്ട ലുക്ക് ഒന്ന് ഇടാവോ? അയ്യോ, അതിന്റെ ആ ഫുഡ് ഇതൊക്കെ വേണ്ട, വെറുതെ കോമഡി ഇല്ല, ചുമ്മാ രസത്തിനാക്കാവോ? ഷെയ്ഡ്സ് വെച്ചോ? ഓക്കെ, ഗ്ലാസ് ഹുഡൊക്കെ ഉണ്ടെങ്കിൽ യെസ്. അപ്പോ നമ്മൾ ഇതുവരെ സിനിമകളിൽ പറയാറുണ്ട് എന്നാ ഡയലോഗാണ്, പെർഫോമൻസ് എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അത് പറയും, ഒറ്റ ഡയലോഗ് ഇല്ലാതെ മാസ് കാണിക്കാനും പറ്റും എന്നുള്ളത് അല്ലേ? അപ്പോൾ അത് ഷിബിൻ എന്നൊരു ആർട്ടിസ്റ്റ് തെളിയിച്ചു നോബഡിയിലൂടെ എന്നുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറെ ഡയലോഗുള്ള വേഷങ്ങളും വന്നിട്ട് ഞെട്ടിക്കട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.